ഇന്ന് ഇപ്പൊ നടന്നിട്ട് അങ്ങോട്ട് വന്നത് അല്ലേ. ഇന്നലെ നമ്മളെ മരിച്ചു ഇവിടെ പറഞ്ഞു പോയ ഉസ്മാൻ മദനി സ്കൂട്ടറിൽ പോവുക, കുഴഞ്ഞു വീണു. ഇന്ന് എന്റെ നാട്ടില് സുഹൃത്തുക്കളെ ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി 2 കുട്ടികൾ മരിച്ചു എന്നോ 3 കുട്ടികൾ മരിച്ചു എന്നോ 4 കുട്ടികൾ മരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അല്ലാഹു ആയാലും കുട്ടികളുടെ ശരീരത്തിന്റെ ഭാഗം പ്രിയപ്പെട്ടവരെ റോഡിൽ നിന്ന് എടുക്കേണ്ടി വരിക. അല്ലാഹു അവർക്ക് ആ കുടുംബത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു തആലയുടെ ഹൃദയത്തിന് ഉറപ്പ് നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് വരുമ്പോ അവരുടെ ബോഡിയുമായി ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. അല്ലാഹു അവരുടെ കുടുംബത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ. അത്രേ ഉള്ളൂ. എന്തിനാ സുഹൃത്തുക്കളെ വാശി? എന്തിനാ വാശി? നമുക്കറിയോ, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമുത്. അതിന് മുമ്പ് പഠിച്ചൂടെ, ചിന്തിച്ചുകൂടെ? ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനുകളോട് പറയണെന്താ? സിയാറത്ത് ചെയ്തോളീന്ന്. അതിന് നാട്ടിൽ ഖബർസ്ഥാനല്ലേ, അവർക്ക് പോയിക്കോളി. ഇത് ആദ്യം ബുക്ക് ചെയ്യണ 100 ആൾക്ക് ചാൻസ്. 101ാമത്തെ ആൾ വന്നാലോ ഓന് സിയാറത്തില്ലേ? പൈസ ഇല്ലാത്തവന് സിയാറത്തില്ലേ? ഇതൊരു ടൂറാണോ? എന്തിനാ പോണത്? നമുക്ക് മരണബോധം ഉണ്ടാകാനല്ലേ? ഞാൻ ചോദിക്കട്ടെ, കൊണ്ടോട്ടി നേർച്ചക്ക്, പട്ടാമ്പി നേർച്ചക്ക്, ചേറ്റുവ നേർച്ചക്ക്, അപ്പവാണിപ്പ നേർച്ചക്ക്, ഇങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയവന് മരണബോധം ഉണ്ടാവൂ? നിങ്ങളൊന്ന് പോയി വെറുതെ ദൂരം ഒന്ന് കണ്ടോക്ക്. ഞാനൊരു അപ്പവാണിപ്പ നേർച്ച പ്രസംഗത്തെ പറയാൻ വേണ്ടിയിട്ടൊന്ന് പോയി കാണാൻ തീരുമാനിച്ചു. അപ്പോൾ കുറെ ആളുകൾ തെങ്ങും തൈയായിട്ട് ലൈനിക്കണേ, തെങ്ങിന്റെ തൈ ലൈനിക്ക്, മനസ്സിലാണ്ടെങ്കിൽ. അപ്പോ ഇതിങ്ങനെ ചുറ്റിയിട്ട് ജാറത്തിന്റെ അടുത്ത് പോയി കൊണ്ടുവന്ന് വെച്ചാല് പെട്ടെന്ന് കായ്ക്കും എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ ചതിയിൽ വഞ്ചനാനക്ക് തട്ടിപ്പിൽ വെട്ടിപ്പ് എന്ന് പറഞ്ഞ പോലെ വേറെ ടീം ലോറി തന്നെ തെങ്ങിൻ തൈ ഇറക്കി വെച്ചിട്ട് ചുറ്റി വെച്ചതാണ് ഒരു 200 റുപ്യ അധികം. മനസ്സിലാണ്ടോ? ചതിയിൽ വഞ്ചന എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ചതിയാണ്. അതിന്റെ കൂട്ടത്തിൽ കൂടി ഒരു വഞ്ചനയും കൂടി. ആളുകളെ ചൂഷണം ചെയ്യല്ലേ? അവിടെ പോയ മരണബോധം ഉണ്ടാവുക. കൊണ്ടോട്ടി നിറച്ച് യന്ത്ര ഊഞ്ഞാല്, മരണക്കിണറ്, പാമ്പ് കളി, എന്ത് മരണബോധം ഉണ്ടാവുക? ഖബർ സിയാറത്തെ മരണബോധം ഉണ്ടാകാനാണ്. അവിടെ ചെന്ന യന്ത്ര ഊഞ്ഞാല്, മരണക്കിണറ്, അല്ലേ, സർക്കസ്, പട്ടിന്റെ സർക്കസ്, പൂച്ചന്റെ സർക്കസ്, ഇത് കണ്ടിട്ട് പോരുക. തിരിച്ചു വരുമ്പോ വാഹനത്തിലിരുന്ന് എന്ത് മരണത്തെ കുറിച്ചാ ചർച്ച ചെയ്യാ? ആര് ചർച്ച ചെയ്യും? ഇതിനെ എതിർക്കാൻ ആരുണ്ട് കേരളത്തിന്റെ മണ്ണിൽ? നവോത്ഥാനം അവകാശപ്പെടുന്നവരെ ആരുണ്ട് എതിർക്കാൻ? ആരുണ്ട് സത്യം വിളിച്ചു പറയാൻ? മുസ്ലിം ലോകത്തോട് അരുത് എന്ന് പറയാൻ, തടഞ്ഞു നിർത്താൻ മഹാഭൂരിപക്ഷം വരുന്ന ഷാഫി മദ്ഹബിന്റെ ഈ മനുഷ്യ ലോകത്തോട് പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ പറയുമോ? നിങ്ങൾ പറയോ? എന്നാ ഞങ്ങൾ പണി കുറഞ്ഞു, ഇത് ചൂഷണാണെന്ന് പറയാൻ, ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കാൻ, ചെയ്യരുത്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എഴുന്നേൽക്കുമോ? എങ്കിൽ ഞങ്ങൾ വിശ്രമിക്കാൻ റെഡിയാ. ഇതാരും പറയാത്തോണ്ട സുഹൃത്തുക്കളെ ഞങ്ങൾ തന്നെ പറയേണ്ടി വരുന്നത്. അവിടെ എല്ലാവർക്കും ഞങ്ങളുടെ ഉറപ്പാണ്. ഇതാരും പറയണില്ല, ഇതാരും മിണ്ടണില്ല. മിണ്ടാതെ നിന്നാ എല്ലാരും പറയും ഓല ഉഷാറാ, ഓല പള്ളി നിസ്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാ, ആരും എതിർക്കാൻ പോണില്ല കേട്ടോ. മുങ്ങുമ്പോ ഒന്നിച്ച് മുങ്ങും. കപ്പലിന്റെ അടിയിൽ ഓട്ടുണ്ടാക്കിയപ്പോ മുണ്ടണ്ടാർന്ന പോലെ മുങ്ങുമ്പോ ഒന്നിച്ച് മുങ്ങും. ഇത് തടുക്കാണ്. നിങ്ങൾ വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടുത്തോ. സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്ക്. അതാ ജനാധിപത്യ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്തിന്റെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് മുജാഹിദ് പ്രസ്ഥാനം എഴുന്നേറ്റ് നിന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയുകയാണ്. ഇല്ല പ്രലോഭനമില്ല, പ്രകോപനമില്ല, വശീകരണങ്ങളില്ല, നിങ്ങളെ പിടിച്ചു കുലുക്കാനുള്ള വാക്ചാരുതകളില്ല. നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസ്, അതാ നിങ്ങളോട് പറയുന്നത്. അല്ല വേറെ കഥ എന്ന് പറയാൻ നിങ്ങൾക്ക് നേരല്ല. ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, സുഹൃത്തുക്കളെ. അതുകൊണ്ട് മനസ്സിലാക്കുക, പഠിക്കുക. പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കാൻ തയ്യാറാവുക. ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി, തൗഹീദ് വേഗത്തിൽ മനസ്സിലാൻ വേണ്ടി, പ്രാർത്ഥന വേഗത്തിൽ മനസ്സിലാൻ വേണ്ടി 2 കാര്യം പറയാം. ഒന്ന് ഖുർആനില് സുന്നി സമസ്ത വ്യത്യാസം ഇല്ലല്ലോ, മുജാഹിദ് സമസ്ത വ്യത്യാസമല്ലല്ലോ. ഇല്ല, എല്ലാവർക്കും ഒരേ ഖുർആനാണ്. ആ ഖുർആനിൽ എത്ര പ്രാർത്ഥന ഉണ്ട്? ഇപ്പൊ ചൊല്ലേണ്ട ആരും മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്ക്. 10 ആണോ 20 ആണോ? ഇഷ്ടം പോലെ ദുആ ഉണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന. റബ്ബന ആതിന ഫിദ്ദുനിയ റബ്ബി ഇശ്റഹ് ലി സദ്രി റബ്ബി ഹബ് ലി മിനസ് സാലിഹീൻ, അല്ലേ? അങ്ങനെ ഇഷ്ടം പോലെ പ്രാർത്ഥന. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.
ഇനി നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ പ്രാർത്ഥന വയ്ക്കും ഒക്കെ റബ്ബി റബ്ബന, ഞങ്ങളുടെ റബ്ബേ, എന്റെ റബ്ബേ. തർക്കണ്ടോ? ഒരു ദുആ ഈ കരുവാരകുണ്ടിലെ കിഴക്കേ തലയിലെ മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, ഒരൊറ്റ പ്രാർത്ഥന, ഒരു ദുആഇന്റെ ഒരു അരക്കഷ്ടം, ഒരക്ഷരം. അതിനു മുമ്പ് കഴിഞ്ഞുപോയ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ ഉന്നതന്മാരായ പ്രവാചകന്മാർ, അള്ളാഹു പവിത്ര സ്ഥാനം കൊടുത്ത മുർസലുകളുടെ കൂട്ടത്തിൽപ്പെട്ടവർ അല്ലേ, ആരോടെങ്കിലും ഒരു ദുആ ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം അല്ലാഹുവോട്. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് പറയണത് അള്ളാനെ പ്രകീർത്തിച്ചിട്ട് അള്ളാഹിനോട് പറയാ. തർക്കണ്ടോ? ഇല്ല. തിന്നാൻ പറ്റാത്ത ആ പഴം തിന്നതിന്റെ പേരിൽ റബ്ബനാ വലംനാ അൻഫുസനാ, നമ്മുടെ വാപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ ഉമ്മ ഹവ്വ, ദാ സൃഷ്ടാവായ അള്ളാഹിനോട് പറയാ, ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയി. ഇനി ഹദീസ് പരിശോധിച്ചോ, കിടക്കണം നമ്മള് ഉറക്കത്തുനിന്ന് ഉണരുകയാണ്. 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് ഉറക്കത്തുനിന്ന് ഉണർന്നാൽ അള്ളാനെ പ്രകീർത്തിക്കുകയാണ്, അള്ളാനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അള്ളാനോടാ, അള്ളാനെ പ്രകീർത്തിച്ചും സ്തുതിച്ചും തുടങ്ങുകയാണ്. വേറെ ഒരാളോടും ഇല്ല. ഉറപ്പല്ലേ? നീ അതിൽ സമസ്തി മുജാഹിദ് വ്യത്യാസമുണ്ടോ? ടോയ്ലറ്റ് കിടക്കാണ്, ഇടതുകാല് വെച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും ഞാനിതാ അള്ളാനോട് രക്ഷ ചോദിക്കുന്നു. ചോദിക്കുന്നത് ശൈത്താന്റെ ഷർറെന്നാ. ശൈത്താൻ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവർക്ക് പത്രം എടുത്താണ്ട് അവർക്ക് പുസ്തകം എടുത്തിട്ടൊന്നും പോകണ്ട. ഇപ്പൊ യൂറോപ്യൻ ക്ലോസ്റ്റൊക്കെയാണ്, കുറെ ടൈം ഇങ്ങനെ ചാരിയിരിക്കാന്ന് വിചാരിച്ചിട്ട് വായിക്കാനൊന്നും പോകണ്ട. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം ശൈത്താൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ട്രെയിനിന്റെ ഒക്കെ ടോയ്ലറ്റിൽ ഗദ്യന്തരല്ലാതെ കയറേണ്ടി വന്നാൽ അവിടെ കാണാം രാമൻ പ്ലസ് ഓമന, മുഹമ്മദ് പ്ലസ് ഫാത്തിമ, അവിടെയൊക്കെ ബോർഡ്. ശൈത്താൻ എടുക്കുന്ന കടിയാണ്. ഗവൺമെന്റ് പബ്ലിക്കിൽ വല്ല ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും വൃത്തികേടാക്കരുത്. എന്നിട്ട് ക്ലോസിൽ നിന്ന് ചിന്തിക്കുകയാണ്, ഇതിലേത് അക്ഷരം കളഞ്ഞാൽ ആ വൃത്തികേടാക്കാൻ പറ്റുകയെന്ന്. മനസ്സിലാണ്ടോ? ശൈത്താൻ ഇഷ്ടപ്പെട്ട സ്ഥല, അതുകൊണ്ടാ പ്രശ്നം. അതുകൊണ്ട് അവിടേക്ക് ഇടത്തുകാല് വെച്ച് കയറിക്കോന്ന്. ആരോടാ പ്രാർത്ഥിക്കണത്? തിരിച്ചു പോരുമ്പോ വലത്തേക്കാല് മുന്തിച്ച് ഫറാനൊക്കെ ഏറ്റവും ചുരുങ്ങിയത് അള്ളാനോടല്ലേ. സുബൈക്ക് പള്ളി പോണം മനുഷ്യൻ, സുബൈക്ക് ഇറങ്ങുകയാണ്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പോ ബാങ്ക് കൊടുത്തിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുക, സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ച് ബാങ്ക് കൊടുത്തിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങുക. അപ്പോ തവക്കൽതു വലല്ലാഹ്, ബിസ്മില്ലാഹ് തവക്കൽതു വലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരോടാ? ഇനി ഒരു മാർക്കറ്റ് മുറിച്ചടക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ ആരോടാ? വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്ർ ആരോടാ? അല്ലാഹുവിനോട്. പള്ളിക്കെത്തി നബിയുടെ പേരിൽ ഒരു സ്വലാത്ത്, വലത്തേക്കാലിനെ മുന്തിച്ചിട്ട് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണേ അല്ലാഹുവിനോട്. ആരോടാ? പള്ളി കയറി തഹിയ്യത്ത് മുഴുവനും അല്ലാഹുവിനോട്. ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നിങ്ങൾ ധാരാളമായി ദിക്റും പ്രാർത്ഥനയും ചൊല്ലിക്കോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഒക്കെ അല്ലാഹുവിനോട്. നിസ്കാരം തുടങ്ങി മുഴുവനും അല്ലാഹുവിനോട്. നിസ്കാരം കഴിഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം പുറത്തു തരണേ അല്ലാഹ്, അല്ലാഹുവിനോടാ. അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിനോടാ. നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. الله നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞു വെച്ച ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല അല്ലാഹ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഉമ്മ നിസ്കരിച്ച് മുർസല്ല അലമാറിന്റെ മേലക്ക് ഇങ്ങനെ വെക്കുമ്പോ കാരണ്ട് വയ്ക്കുക ബമ്പർത്ത തങ്ങളെ. മനസ്സിലാണ്ടോ? കുട്ടീനെ ഇങ്ങനെ തൊട്ടിലിട്ടിട്ട് ഉമ്മ ഉറക്കാണ് കേട്ടോ. ലാ ഇലാഹ എന്ന് 10 വട്ടം പറഞ്ഞിട്ട് ചിലപ്പോ ഇല്ലല്ലാ അറിയും. ചിലപ്പോ ഇല്ലല്ലാ അതിന് മുമ്പ് കുട്ടി ഇറങ്ങിക്കണെങ്കിൽ അതുമില്ല. അങ്ങനെ പറയാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ മുഴുവൻ പറയാ. ശരി, അങ്ങനെ ചൊല്ലി അങ്ങനെ മേപ്പഴും നോക്കി ഇങ്ങനെ പാടുക. പല പണിയുണ്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ കുട്ടിനെ ലാ ഇലാഹ അഫ്ളൽ ദിക്റലി ഇങ്ങനെ ഉറക്കുക. പെട്ടെന്ന് തൊട്ടിക്ക് നോക്കിയപ്പോ കുട്ടിന്റെ തല പുറത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മറന്നു, എല്ലാം മറന്നു. മമ്പർത്ത തങ്ങളെ എന്റെ കുട്ടീന്ന്. ഇതല്ലേ നമ്മളെ ഉമ്മത്തിന്റെ അവസ്ഥ. ഇതിലാറെ എങ്ങനെ ഈ നാടന്മാർക്ക് പറഞ്ഞു കൊടുക്കുക എനിക്കറിയില്ല. ഇതിലാറെ എങ്ങനെ സുഹൃത്തുക്കളെ നാടന്മാർക്ക് പറഞ്ഞു തരിക? നാടന്മാർ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിദ്യാഭ്യാസപരമായി കുറവുള്ളവരെന്നല്ല, ഉയർന്ന പഠനം ആഗ്രഹിക്കുന്നവരാണ് ഇന്നിന്റെ ലോകത്തെല്ലാവരും. പിന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പച്ച മനുഷ്യരെ എങ്ങനെ പറയും? അല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, തേടുന്നു. ഏതാണ് സഹായം? ഞാനൊന്ന് വീണപ്പോ എന്റെ കൈ പിടിക്കുന്ന പറഞ്ഞതാണോ? എനിക്കൊരു 10 രൂപ കൊണ്ടാന്ന് പറഞ്ഞതാണോ? അന്നിപ്പോ സംസാരിച്ച് സമയം കളയണില്ല ആണോ? അല്ലല്ലോ സുഹൃത്തുക്കളെ, അല്ലല്ലോ സഹോദരങ്ങളെ. ആണോ? ആ അർത്ഥത്തിലുള്ള സഹായാണോ? ഇന്നും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാ പിന്നെ മനുഷ്യരോട് സഹായം ചോദിക്കണില്ലേ? ഡോക്ടറോട് എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയണില്ലേ? എന്റെ കൈ ഒന്ന് പിടിക്കുമെന്ന് പറയണില്ലേ? എനിക്ക് വല്ലതും തരണേ എന്ന് പറയണില്ലേ? ഇതാണോ? രാമനോട് പറയാ തെങ്ങുമ്മ കയറിയിട്ട് ഒരു തേങ്ങ ഒന്ന് ഇട്ടുണ്ടാണ്, അത് സഹായമാണ്. കൃഷ്ണനോട് പറയാ, ജോസഫിനോട് പറയാ, മുഹമ്മദിനോട് പറയാ. തെങ്ങുമ്മ കയറാൻ ആരെയും കിട്ടണില്ല. വിളിച്ചിട്ട് പല ആരെങ്കിലും വിളിച്ചു നോക്കി, ആരും കിട്ടണില്ല. അപ്പോ മരിച്ച ജോസഫിന്റെ, മരിച്ച കൃഷ്ണന്റെ, മരിച്ച മുഹമ്മദിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ ആരും തെങ്ങുമ്മ കയറാൻ കിട്ടില്ല, ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചാലോ ശിർക്കായി. ഇത് മനസ്സിലാക്കാൻ കുറെ ബുദ്ധിയാണോ വേണോ? ഇത് മനസ്സിലാക്കാൻ കുറെ ബുദ്ധി വേണോ? وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. പരിശുദ്ധ ഖുർആന്റെ വചന, ഖുർആനിന്റെ വചനാണ്. അല്ലാഹ് മുത്ത് റസൂലിനോട് പറയാ, ഞങ്ങൾ നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്ന് തരാ, നാളെ തരാ, ഇപ്പൊ തന്നെ തരാ, ഒന്നുമില്ല. അത് അള്ളാന്റെ ഇഷ്ടം. ചിലപ്പോ ഇപ്പൊ തരും, ചിലപ്പോ നീട്ടിവെക്കും, ചിലപ്പോ പരലോകത്തിലേക്ക് നീട്ടിവെക്കും. അത് ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമാണ്. എന്നെ ആരാധിക്കുന്നതിൽ ആരെങ്കിലും മഹന്ത കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി അവർ നരകത്തിൽ കടന്ന് എരിയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, സൂക്ഷിക്കുക. അത്രേ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളൂ കേട്ടോ. 2 സ്റ്റെപ്പ് പിറകോട്ട് വെച്ചിട്ട് ഓടിയാൽ സുഹൃത്തുക്കളെ ശക്തി കൂടെയുള്ളൂ, കുറയില്ല. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് എടുത്തു ചാടാതെ ഒന്ന് ചിന്തിച്ച് ഇത് ഖുർആനിലുള്ളതാണോ? അപ്പൊ ഞാൻ ഈ നാടിന്റെ പരിസരത്താണ് ഏപ്പിക്കാട്, അടുത്തല്ലേ ഏപ്പിക്കാട്. എന്റെ ഭാര്യ കുടുംബത്തിലെ, അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ പേരൊന്നും പറയണില്ല. എന്റെ ഭാര്യന്റെ കുടുംബത്തിലെ ഒരു പ്രായമുള്ള ഉമ്മ മരിച്ചു. ഭാര്യ വീട് എടത്തനാട്ടരെയാണ്, അവരുടെ കുടുംബക്കാരെ ഏപ്പിക്കാടുണ്ട്, നല്ല അടുത്ത രക്തബന്ധുക്കൾ. അവിടുന്ന് ഒരു ഉമ്മ മരിച്ചു. അപ്പൊ ഞാന് പോയി, എൻ്റെ ഭാര്യന്റെ വേണ്ടപ്പെട്ട ഒരു ഉമ്മയാണ്. ഏപ്പിക്കാടിലെ ആ പള്ളി, അതിന്റെ ഈ ഓർമ്മ ശരിയാണെങ്കിൽ ഇടത്തെ സൈഡിൽ തന്നെ ഖബർ. ഖബറിലേക്ക് വെക്കാൻ നേരത്ത് ഉസ്താദ് ഇങ്ങനെ വന്നു, പള്ളിന്റെ അവിടുന്ന് വെക്കല്ലേന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ മാറിക്കൊടുത്തു. അങ്ങനെയാണല്ലോ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമല്ലോ. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഓലയുടെ ഈർക്കിളിയിൽ അതിങ്ങനെ കുത്തിയിട്ട് ഈ കഫം പുടവയിൽ ഇങ്ങനെ അത് കുത്തിവെച്ചു. ഞാനിങ്ങനെ ഒന്നിങ്ങനെ നോക്കി, എന്താന്ന് ചോദിച്ചു ഞാൻ ഒരാളോട്. നിന്നോട് ഇങ്ങനെ അട്ടി മിണ്ടണ്ടാന്ന്. അപ്പൊ എന്താന്നറിയോ, ആ പേപ്പറിൽ എഴുതിയിട്ടുള്ള എന്താ അറിയോ? ഇപ്പൊ 2 മലക്കുകൾ വരും, ചോദ്യം ചോദിക്കും, മർ റബ്ബുക്ക, ആരാ എൻ്റെ റബ്ബ് ചോദിക്കും, മാ ദീനുക്ക, എൻ്റെ ദീൻ എന്താന്ന് ചോദിക്കും. കോപ്പി അടിച്ച് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഇവിടെ ഏപ്പിക്കാട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഡേറ്റ് വരെ പറയാൻ ഞാൻ മറ്റൊരവസരം ഉണ്ടാവുമ്പോ അപ്പത്തെ കാലിനെ നോക്കിയാൽ മതി ആരാണ് അയാളായിരിക്കും. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഖബറിന്റെ ഉള്ളിക്ക് അള്ളാന്റെ പടച്ചോൻ, ലോകത്തിന്റെ രക്ഷിതാവേ, 2 മലക്കുകളെ ഖബറിന്റെ ഉള്ളിക്ക് പറഞ്ഞേക്ക ചോദ്യം ചോദിക്കാന്. ആ ചോദ്യമൊക്കെ അള്ളന്നെ പറഞ്ഞിട്ടുണ്ട്. മുത്ത് റസൂലിന്റെ നാവ് കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ട് എന്താ ചോദ്യം, എന്താ ഉത്തരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പേപ്പറിൽ എഴുതി കൊടുക്കുക. ഒരു SSLCന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന അവിടെ വിവാദ. ഇത് ഖബറിന്റെ ഉള്ളിക്ക് ചോദ്യം ആൻസറൊക്കെ ഇറക്കി കൊടുക്കുക. ഇതൊക്കെ എന്ത് പരിപാടിയാ? എന്റെ നാട് എടക്കര കരുന്നച്ചി പള്ളിപ്പടി, എന്റെ മഹല്ലതാ. അവിടെ ഒരു ഉസ്താദ് വന്നു, പള്ളിയിൽ നിന്ന് ഉറക്കെ ചൊല്ലിക്കൊടുക്കും. എല്ലാവരും ഓരോരുത്തര കുടുംബത്തിൽപ്പെട്ടാലും മരിച്ചവരുടെ ഖബറിന്റെ അടുത്ത് പോയിക്കുക. മനസ്സിലാണ്ടോ? എല്ലാരും അവനവന്റെ കുടുംബത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ ഓലെ ഖബറിന്റെ അടുത്തൊക്കെ പോയിക്കുക. ഉസ്താദ് മൈക്കോണാക്കിയിട്ട് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കും. എല്ലാവരും ആമീൻ ഖബറിന്റെ അടുത്തുനിന്ന്. ഒരു കുട്ടി ചോദിക്കൂല. ഇതിപ്പോ കഴിഞ്ഞ കാളി ഉസ്താദൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഇല്ലല്ലോ, അത് ചോദിച്ചാൽ പിന്നെ അതിൽ നിൽക്കൂലല്ലോ. നിങ്ങൾ മനസ്സിലാണ്ടോ? സുഹൃത്തുക്കളെ ദീനിലേക്ക് ഇങ്ങനെ കടത്തിക്കൂട്ടുക. അപ്പൊ ആ ഉസ്താദ് എല്ലാവരുടെ കയ്യിലും ഒരു 50 പൈസ, സ്ത്രീകളുടെ കയ്യിലൊക്കെ. ഇത് സൂക്ഷിക്കണം. മനസ്സിലാണ്ടോ? മൂപ്പരൊരു ഫോട്ടോ, ഭയങ്കര സംഭവം. അത് സൂക്ഷിക്കുക. എന്നിട്ട് അത് കടുകും പാത്രത്തിലിട്ടേക്കുക, അത് ഉലുവന്റെ പാത്രത്തിലിട്ടേക്കുക, അങ്ങനെ പോവുക.
അയാൾ പോയി, നമുക്ക് അയാളെ പേരൊന്നും ഞാൻ പറയണില്ല, കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല, അയാളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറയല്ല. ഇത് എന്ത് ദീന, എന്ത് ദീന നിങ്ങൾ പറ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മൾ മടങ്ങിയ ചൂഷണം ഒഴിവാകും. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര ഹദീസുകൾ, 150-ലധികം ഹദീസുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനുള്ള തെളിവാണ്. പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല. സുബൈക്ക് വരെ പള്ളിയിൽ സ്ത്രീകൾ വന്നു, ജമാഅത്തിൽ പങ്കെടുത്തു, മുത്തറസൂലിന്റെ കൂടെ നിസ്കരിച്ചു. അവര് മൂടുപടയണിഞ്ഞ് മൂടി പൊതച്ചിട്ടാണ് വന്നത് കേട്ടോ. അവര് നിസ്കാരം കഴിഞ്ഞ് സുമ്മയൻ ഖലിബിന ഇലാ ബുയൂതിഹിന്ന, അവരുടെ വീട്ടിലേക്ക് മടങ്ങി പോകും. ലാ യഅരിഫൂന അഹദും മിനൽ ഗലസ്, അവരെ ആർക്കും അറിയുമായിരുന്നില്ല. എന്ത് ഇരുട്ടോണ്ട് ആർക്കും മനസ്സിലാകുമായിരുന്നില്ല. അങ്ങനെ ഇരുട്ട് തന്നെ അവർ മടങ്ങിപ്പോകും. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞെടുക്കുക എന്താ അറിയോ, അതിന് ഹദീസൊക്കെ ഉണ്ട്, അത് പെരന്റെ ഉള്ളിലത്തെ റൂമിൽ നിസ്കരിച്ചതാണ്. ഒന്ന് മലയാളത്തിൽ ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹിന്റെ കാലത്ത് അവിടുത്തെ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ നബിയുടെ കൂടെ നിസ്കാരത്തിന് ഹാജരാവും. നിസ്കാരം കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. നിങ്ങളെ ഭാര്യ നിങ്ങളെ വീട്ടിലെ റൂമിൽ നിസ്കരിച്ചു. അപ്പൊ ബാപ്പ ചോദിച്ചു കുട്ടിനോട്, ഉമ്മ എവിടെ ചോദിച്ചു, ഉമ്മ നിസ്കരിച്ച് വീട്ടിൽ പോയി അല്ലേ. ഇനി വീട്ടിൽ പോയപ്പോഴോ, നമ്മൾ നിസ്കരിക്കാണ്ടാക്കിയ പേരന്റെ ഉള്ളിലത്തെ റൂമിൽ നിന്ന് അടുക്കളയ്ക്ക് പോയപ്പോ ഇരുട്ടോണ്ട് ആർക്കും മനസ്സിലാകുമായിരുന്നില്ല ആരാണാ പോണത് എന്ന്. ഇരുട്ടോണ്ടേ നമ്മളെ പേരന്റെ ഉള്ളിലത്തെ റൂമിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഉമ്മ അടുക്കളയ്ക്ക് പോയപ്പോ വാപ്പിയും കുട്ടികളൊക്കെ പറയാണ് ആരാണാ പോണത്, ഇരുട്ടോണ്ട് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത സുഹൃത്തുക്കളെ പൊളിയും.